ഹായ് ഗൈസ്, അഡ്മിഷൻ ഓഫ് പാർട്ട്ണറിലെ പാർട്ട് 3 വീഡിയോ ആണിത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് വർക്ക്മെൻ കോമ്പൻസേഷൻ റിസർവ്. വർക്ക്മെൻ കോമ്പൻസേഷൻ റിസർവ് എന്താണെന്നും അതിനെപ്പറ്റി ക്ലെയിമുകൾ എന്താണെന്നും അതിന്റെ ഡിഫറെന്റ് കേസസും അതിനെ തുടർന്നിട്ട് ഈ ടോപ്പിക്കിനെ പറ്റിയുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഈ ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് വർക്ക്മെൻ കോമ്പൻസേഷൻ റിസർവ് എന്താണെന്നും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്കത് എവിടെ കാണാൻ പറ്റുമെന്നും നമുക്ക് എങ്ങനെ അത് ഐഡന്റിഫൈ ചെയ്യാമെന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പൊ നമുക്ക് ഈ വർക്ക്മെൻ കോമ്പൻസേഷൻ റിസർവ് എന്ന് വെച്ചാൽ നമുക്കറിയാം, നമുക്ക് ഉണ്ടാകുന്ന പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ മാറ്റി വെക്കുന്ന കുറച്ച് കാശാണ് റിസർവ് എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ വർക്ക്മെൻ കോമ്പൻസേഷൻ റിസർവ് ഉണ്ട്. റിസർവ് എപ്പോഴും എന്താണ്, ഫ്യൂച്ചറിൽ ഒരു കണ്ടീജന്റ് ആയിട്ട് ഒരു ലയബിലിറ്റി വന്നു കഴിഞ്ഞാൽ അതിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കുന്ന റിസർവ്സ് ആണ്. അപ്പൊ അതെല്ലാം എന്താണ്, ലയബിലിറ്റി ആണ് അല്ലെ. ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ നമ്മൾ കമ്പനിക്ക് തന്നെ റീപേ ചെയ്യണം, അല്ലെങ്കിൽ കമ്പനിയുടെ പെർപ്പസിന് ഉപയോഗിക്കേണ്ട ഒരു എമൗണ്ട് ആണ് എന്ത്, വർക്ക്മെൻ കോമ്പൻസേഷൻ റിസർവ് എന്ന് പറയുന്നത്. അപ്പൊ എപ്പോഴും നിങ്ങളുടെ ക്വസ്റ്റ്യനില് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിലായിരിക്കും വർക്ക്മെൻ കോമ്പൻസേഷൻ റിസർവ് നിങ്ങൾക്ക് ഉള്ളത്. ഇനി ഇതേ പാറ്റേണിൽ തന്നെ വരുന്ന സെക്കൻഡ് വേർഡ് ആണ് വർക്ക്മെൻ കോമ്പൻസേഷൻ ക്ലെയിം. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ ക്വസ്റ്റിന്റെ അഡ്ജസ്റ്റ്മെന്റ്സ് തന്നിട്ടുണ്ടാവും. അതിൽ അവരെടുത്ത് പറഞ്ഞിട്ടുണ്ടാകും there is a workman compensation claim of this much rupees against the reserve എന്ന് അവരെടുത്ത് പറയും. അപ്പൊ വർക്ക്മെൻ കോമ്പൻസേഷൻ റിസർവ് നിങ്ങൾക്ക് എവിടെ കാണാം, ബാലൻസ് ഷീറ്റില് ലയബിലിറ്റി സൈഡിൽ കാണാം. അല്ലാതെയുള്ള ക്ലെയിം ഒക്കെ എവിടെ കാണാൻ പറ്റുമോ, നമ്മുടെ അഡ്ജസ്റ്റ്മെന്റിലായിരിക്കും അത് കാണാൻ വേണ്ടി പറ്റുന്നത്. അത് നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഓടിച്ച് കാണിച്ചു തരാം. ഇതുപോലെ ആയിരിക്കും ഉണ്ടാകുന്നത്. ഒരു ബാലൻസ് ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ലയബിലിറ്റി സൈഡിലായിരിക്കും വർക്ക്മെൻ കോമ്പൻസേഷൻ റിസർവ് ഉള്ളത്. അതുപോലെ അതിന്റെ അഡ്ജസ്റ്റ്മെന്റ്സിലായിരിക്കും ഓരോ ക്ലെയിമും അവര് കാണിക്കുന്നത്. ഇപ്പൊ ഇതില് ക്ലെയിം മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് വലിയ 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്കും അതിൽ ഒരു ഐറ്റം മാത്രമായിരിക്കും ക്ലെയിം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് അതിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റും there is a workman compensation claim. അതാണ് നിങ്ങൾ നോക്കേണ്ട രണ്ട് വേർഡ്സ്. അപ്പൊ ഈ വർക്ക്മെൻ കോമ്പൻസേഷൻ റിസർവ് ചെയ്യുമ്പോഴത്തേക്കും എപ്പോഴും മനസ്സിൽ വേണ്ടുന്ന രണ്ട് വേർഡ്സ് ആണ് വർക്ക്മെൻ കോമ്പൻസേഷൻ റിസർവും വർക്ക്മെൻ കോമ്പൻസേഷൻ ക്ലെയിം. വർക്ക്മെൻ കോമ്പൻസേഷൻ റിസർവ് എവിടെ കാണാൻ പറ്റും, നിങ്ങൾക്ക് ബാലൻസ് ഷീറ്റിൽ കാണാൻ വേണ്ടി പറ്റും. ക്ലെയിം എവിടെ കാണാൻ പറ്റും, അഡ്ജസ്റ്റ്മെന്റ്സിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ അല്ലെ. ഇനി നമുക്ക് ഈ ക്ലെയിം വരുന്നത് എപ്പോഴും സെയിം ആയിട്ടായിരിക്കത്തില്ല, ഡിഫറെന്റ് കേസസ് ഉണ്ട്. നമുക്ക് ഓരോന്ന് നോക്കാം. ഫസ്റ്റ് വൺ, when no claim against workman compensation reserve exists. അതായത് വർക്ക്മെൻ കോമ്പൻസേഷൻ റിസർവ് ഉണ്ട്, പക്ഷെ അതിനെതിരായിട്ട് എന്തില്ല, ക്ലെയിം ഒന്നുമില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻ എന്താണ്? അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വർക്ക്മെൻ കോമ്പൻസേഷൻ റിസർവ് മാത്രമേ ഉണ്ടാവുള്ളൂ. ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ മാത്രം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുള്ളൂ. എവിടെ ഒന്നും ഉണ്ടാവത്തില്ല. അഡ്ജസ്റ്റ്മെന്റിൽ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവത്തില്ല. ഓക്കെ അല്ലേ. അതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. വർക്ക്മെൻ കോമ്പൻസേഷൻ റിസർവ് എക്സിസ്റ്റ്, പക്ഷെ അതിന് എന്തില്ല, there is no claim. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ വർക്ക്മെൻ കോമ്പൻസേഷൻ റിസർവ് ഓൾ പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇൻ ദിയർ ഓൾഡ് റേഷ്യോ. ഓക്കെ അല്ലേ. അപ്പൊ വർക്ക്മെൻ കോമ്പൻസേഷൻ റിസർവ് ഉണ്ട്, പക്ഷെ എന്തില്ല, ക്ലെയിം ഇല്ല. ബാലൻസ് ഷീറ്റിലെ വാല്യൂ ഉണ്ട്, പക്ഷെ അഡ്ജസ്റ്റ്മെന്റിൽ ഒരു ഐറ്റവും ഇല്ല എങ്കിൽ ആ എമൗണ്ട് വെറുതെ എന്ത് ചെയ്താൽ മതിയാണ്, ഓൾ പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മതി. അതാണ് ഫസ്റ്റ് കേസ്. സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് when claim for workman compensation exist. അതായത് വർക്ക്മെൻ കോമ്പൻസേഷൻ റിസർവും അവിടെ വരും, വർക്ക്മെൻ കോമ്പൻസേഷൻ ക്ലെയിമും വരും. രണ്ടും അവിടെ ഉള്ളതിനെയാണ് നമ്മൾ സെക്കൻഡ് കേസ് ആയിട്ട് പറയുന്നത്. ഇനി സെക്കൻഡ് കേസിന്റെ അകത്ത് തന്നെ നമുക്ക് 3 സിറ്റുവേഷൻസ് ഉണ്ട്. ഫസ്റ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് when claim amount is less than the workman compensation reserve. അതായത് ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ വർക്ക്മെൻ കോമ്പൻസേഷൻ റിസർവ് നമുക്ക് WCR നമുക്ക് ഒരു 1 lakh കൊടുക്കാം. പക്ഷെ വർക്ക്മെൻ കോമ്പൻസേഷൻ ക്ലെയിം നമുക്ക് അവർ തന്നിരിക്കുന്നത് 80,000 ആണെങ്കിൽ അതാണ് ഫസ്റ്റ് കേസ്. വർക്ക്മെൻ കോമ്പൻസേഷൻ ക്ലെയിം ഉണ്ടെങ്കിൽ സെക്കൻഡ് കേസ്. പക്ഷെ ആ സെക്കൻഡ് കേസ് ആണെങ്കിൽ പോലും there are different situations under that.
ഫസ്റ്റ് സിറ്റുവേഷൻ എന്താണ്? when claim amount is less than the workman compensation reserve. ഇപ്പൊ ഞാൻ ഇവിടെ എഴുതിയേക്കുന്ന റിസർവിന്റെ വാല്യൂ എത്രയാണോ? 1,00,000. പക്ഷെ ക്ലെയിം എത്രയേ ഉള്ളൂ? 80,000 അല്ലേ ഉള്ളൂ. റിസർവിനേലും ചെറുതല്ലേടാ, ക്ലെയിം കുറവല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വർക്ക്മെൻ കോമ്പൻസേഷൻ റിസർവ് അക്കൗണ്ട് ഡെബിറ്റ് ടു വർക്ക്മെൻ കോമ്പൻസേഷൻ ക്ലെയിം അക്കൗണ്ട് ടു ഓൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ അല്ലേ? കോമ്പൻസേഷൻ റിസർവ് ഇപ്പൊ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ എങ്ങനെ എഴുതിയേനെ? റിസർവ് നമുക്ക് അറിയാം 1,00,000 rupees ആണ്. അതുപോലെ തന്നെ ക്ലെയിം എത്ര വരും? ക്ലെയിം നമുക്ക് അവർ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. എത്ര റുപ്പീസ് ആണ്? 80,000 അല്ലെ? അതുപോലെ നിങ്ങളൊന്ന് പറഞ്ഞേ, ടു ഓൾ പാർട്ട്നേഴ്സ് ബാക്കിയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓൾ പാർട്ട്നേഴ്സിന് കൊടുക്കാനുള്ള ബാക്കി എത്രയുണ്ടാ? 20,000 അല്ലേ? 1,00,000 നമുക്ക് എവിടെ പോയി? അതായത് റിസർവിൽ പോയി. ക്ലെയിം നമുക്ക് എത്ര ഉണ്ടായിരുന്നു? 80,000 ഉണ്ടായിരുന്നു. ബാക്കി ഓൾ പാർട്ട്നേഴ്സിന് അവരുടെ ഓൾ റേഷ്യോയില് ഡിവൈഡ് ചെയ്യാം. അതാണ് ഫസ്റ്റ് കേസ്. സെക്കൻഡ് കേസ് നിങ്ങൾക്ക് പറയാം, when claim amount is equal to the amount of workman compensation reserve. എക്സാമ്പിൾ നമുക്ക് എടുക്കാം. വർക്ക്മെൻ കോമ്പൻസേഷൻ റിസർവ് 1,00,000. അതുപോലെ തന്നെ വർക്ക്മെൻ കോമ്പൻസേഷൻ ക്ലെയിം എന്ന് പറയുന്നതും ഒരു 10,000 ആണ് ഇപ്പൊ എടുത്തേക്കുന്നത്. 10,000 തന്നെ. അതായത് റിസർവും ക്ലെയിമും ഒരേ എമൗണ്ട് ആണെങ്കിൽ നമ്മൾ എന്തെന്ന് എഴുതുന്നു? വർക്ക്മെൻ കോമ്പൻസേഷൻ റിസർവ് അക്കൗണ്ട് ഡെബിറ്റ് വർക്ക്മെൻ കോമ്പൻസേഷൻ ക്ലെയിം. അത്രേ ഉള്ളൂ. ഡിവൈഡ് ഒന്നും ചെയ്ത് കൊടുക്കാനില്ല. ഈക്വൽ ആണ്. എമൗണ്ട് ഡയറക്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. ഓക്കെ അല്ലെ? റിസർവും ക്ലെയിമും ഈക്വൽ ആണ്. മുമ്പത്തെ കേസ് എന്താണ് നമ്മൾ പഠിച്ചത്? വർക്ക്മെൻ കോമ്പൻസേഷൻ റിസർവ് ഹൈ, വർക്ക്മെൻ കോമ്പൻസേഷൻ ക്ലെയിം ലോ. അടുത്ത് നമ്മൾ പഠിച്ചത് ഈക്വൽ ആണ്. അടുത്ത എന്താണ്? when claim amount is more than the amount of workman compensation reserve. നമുക്ക് എക്സാമ്പിൾ എടുക്കാം. വർക്ക്മെൻ കോമ്പൻസേഷൻ റിസർവ് നമുക്ക് എത്ര എഴുതാണ്? ഒരു 1,00,000 രൂപ നമുക്ക് എഴുതാം. വർക്ക്മെൻ കോമ്പൻസേഷൻ ക്ലെയിം എന്താണ് അവർ പറഞ്ഞേക്കുന്നത്? റിസർവിനേലും വലുതാണെന്നാ പറഞ്ഞേക്കുന്നത്. ഇസ് മോർ ദാൻ എന്നാ പറഞ്ഞേക്കണം. അത് നമുക്ക് ഒരു 1,20,000 എടുക്കാം. ഓക്കെ. റിസർവ് എത്രയാണോ ഉള്ളത്? 1,00,000. പക്ഷെ വർക്ക്മെൻ കോമ്പൻസേഷൻ ക്ലെയിം എത്ര ഉണ്ടോ? നമുക്ക് 1,20,000 ഉണ്ട് അല്ലെ? റിസർവിനും കൂടുതലല്ലേ ക്ലെയിം. അപ്പൊ സിറ്റുവേഷൻ 3 ആണെന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് ജേർണൽ എൻട്രി എഴുതാം. ഇതിൽ 2 ജേർണൽ എൻട്രി ഉണ്ട്. വർക്ക്മെൻ കോമ്പൻസേഷൻ റിസർവ് അക്കൗണ്ട് ഡെബിറ്റ്, റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു വർക്ക്മെൻ കോമ്പൻസേഷൻ ക്ലെയിം. അപ്പൊ തന്നെ നമുക്ക് കിട്ടിയേക്കുന്ന ആ എക്സ്ട്രാ ക്ലെയിമിന് നമ്മൾ എന്ത് ചെയ്യണം? ഓൾ പാർട്ട്നേഴ്സിന്റെ ഇടയിലേക്ക് റീവാലുവേഷൻ വാല്യൂല് നമ്മൾ എന്ത് ചെയ്യാം? ലോസ് നമ്മൾ എന്ത് ചെയ്യണയാണ്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണയാണ്. വർക്ക്മെൻ കോമ്പൻസേഷൻ റിസർവ് എത്രയായിരുന്നു? 1,00,000 വന്നു. റീവാലുവേഷൻ അവിടെ നിൽക്കട്ടെ. ക്ലെയിം നമുക്കറിയാല 1,20,000 ആണെന്ന് നമുക്കറിയാം. ഇതിന്റെ രണ്ടിന്റെ ഡിഫറൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇവിടെ എഴുതേണ്ടത്. ഓക്കെ അല്ലെ? ഇപ്പൊ അതുമല്ല നമുക്കറിയാം അല്ലെ, റീവാലുവേഷൻ എന്ന് വെച്ചാൽ ലോസ് ആണ്. 20,000 നമുക്ക് ലോസ് വന്നേക്കാണ്. എക്സ്ട്രാ വന്നു. റിസർവിനേലും കൂടി 20,000 രൂപ. അത് റീവാലുവേഷൻ അക്കൗണ്ടിലേക്ക്. അത് നമുക്ക് തിരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ റിസർവിന്റെ വാല്യൂ അറിയാം, ക്ലെയിമിന്റെ വാല്യൂ അറിയാം. രണ്ടും കൂടി മൈനസ് ചെയ്യണത് എന്ത് ചെയ്താൽ മതിയാണ്? റീവാലുവേഷനിലേക്ക് എഴുതിയാൽ മതി. ഇവിടെ നമുക്ക് റീവാലുവേഷൻ 20 ആണെന്ന് അറിയാമെങ്കിൽ ഇവിടുത്തെ റീവാലുവേഷൻ എത്ര തന്നെയാണ്? 20 തന്നെ. അത് എന്ത് ചെയ്താൽ മതി? ഓൾ പാർട്ട്നേഴ്സിന് അവരുടെ ഓൾ റേഷ്യോയില് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ അല്ലെ? അതാണ് കേസ് 3 എന്ന് പറയുന്നത് കേട്ടോ. കേസ് 3 എന്തായിരുന്നു? ക്ലെയിമും ഉണ്ട്, റിസർവും ഉണ്ട്. പക്ഷെ ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല. അതിന് കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്താണ്? വർക്ക്മെൻ കോമ്പൻസേഷൻ റിസർവ് എന്തായിരിക്കും? ക്ലെയിമിനേലും വലുതായിരിക്കും. രണ്ടാമത്തെ എന്താണ്? ഇവർ രണ്ടുപേരും ഈക്വൽ ആണ്. അടുത്ത എന്താ നമ്മൾ പഠിച്ചത്? ക്ലെയിം ആരെക്കാട്ടിലും വലുതായിരിക്കും? റിസർവിനെക്കാട്ടിലും വലുതായിരിക്കും. ഓക്കെ അല്ലെ? ഇത്രയാണ് നമുക്ക് വർക്ക്മെൻ കോമ്പൻസേഷൻ റിസർവില് ഡിഫറെന്റ് കേസസ് എന്ന് പറയുന്നത്. നമുക്ക് ഇനി അതിലെ ക്വസ്റ്റ്യൻ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ഇനി നമുക്കൊന്ന് നോക്കാം. ഇതിലിപ്പോ എന്താണ്? റാം, മോഹൻ ആൻഡ് സോഹന പാർട്ട്നേഴ്സ്. അവരുടെ റേഷ്യോ എത്രയാണ്? 4:3:2. പുതിയ പാർട്ട്ണർ വന്ന റോഹൻ. 1/5 ആണ് അയാളുടെ ഷെയർ. ലയബിലിറ്റി തന്നു. വർക്ക്മെൻ കോമ്പൻസേഷൻ റിസർവ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിസർവിനെ എവിടെ കാണാൻ പറ്റൂടാ? ലയബിലിറ്റിയിലും ക്ലെയിമിന് നമുക്ക് അഡ്ജസ്റ്റ്മെന്റ്സിലും കാണാൻ വേണ്ടി പറ്റും. റിസർവിനെ ലയബിലിറ്റി സൈഡിൽ നമ്മൾ കണ്ടു. താഴെ അവർ എന്ത് ചെയ്തിട്ടുണ്ട്? ഓരോ അഡ്ജസ്റ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോന്ന് നോക്കാം. ആദ്യത്തെ ജേർണൽ എൻട്രി എന്താണ്? ഇഫ് ദർ ഇസ് നോ അതർ ഇൻഫർമേഷൻ
ഫസ്റ്റ് കേസ് അല്ലേടാ. അതായത് റിസർവ് മാത്രമേ ഉള്ളൂ, ക്ലെയിമിനെ പറ്റി ഒരു കാര്യവും പറഞ്ഞിട്ടില്ല, ഒരു ഇൻഫർമേഷനും പ്രൊവൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് ജേർണൽ എൻട്രി? വർക്ക്മെൻ കോമ്പൻസേഷൻ റിസർവ് ടു ഓൾ പാർട്ട്നേഴ്സ്. എന്ത് റേഷ്യോയിലായിരിക്കും? 4:3:2. അതായത് വർക്ക്മെൻ കോമ്പൻസേഷൻ റിസർവ് അക്കൗണ്ട് ഡെബിറ്റ് to Ram's capital, to Mohan's capital, to Sohan's capital. Divide that amount. 90,000 rupees നമ്മൾ 4:3:2 ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ഞാൻ വേറൊരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. നമുക്ക് അഡ്മിഷനിലും റിട്ടയർമെന്റിലും ഡെത്തിലായാലും വർക്ക്മെൻ കോമ്പൻസേഷനും ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ റിസർവ് എന്ന് പറഞ്ഞ ടോപ്പിക് ഒക്കെ നമുക്ക് വരാം. പക്ഷെ നമ്മളെ കുഴപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ചില ക്വസ്റ്റ്യനിൽ പുതിയ റേഷ്യോ, ന്യൂ റേഷ്യോ എന്ന് പറഞ്ഞുകൂടി നമുക്ക് തരും. നമ്മളത് നോക്കുക പോലും വേണ്ട. നമുക്ക് എപ്പോഴും ഏത് റിട്ടയർമെന്റ് ആയിക്കോട്ടെ, ഡെത്ത് ആയിക്കോട്ടെ, അഡ്മിഷൻ ആയിക്കോട്ടെ, എപ്പോഴും നമ്മൾ എന്തിലേക്ക് കൊടുക്കുള്ളൂ? ഓൾ പാർട്ട്നേഴ്സിലായിരിക്കും ഇത് രണ്ടും. അതായത് വർക്ക്മെൻ കോമ്പൻസേഷൻ ആയാലും ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ ആയാലും നമ്മൾ ഓൾഡ് റേഷ്യോയിലായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ പുതിയ റേഷ്യോ തന്നിട്ടുണ്ടെന്ന് കരുതി നിങ്ങൾ ടെൻസ്ഡ് ആവേണ്ട ആവശ്യമില്ല. എപ്പോഴും ഇവര് രണ്ടുപേരെയും നമ്മൾ ഓൾഡ് റേഷ്യോയിലായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്. സെക്കൻഡ് എന്താണ്? ഇഫ് എ ക്ലെയിം ഓൺ അക്കൗണ്ട്, ക്ലെയിം തന്നു. എത്ര രൂപയുടെ ക്ലെയിം? 45,000 rupees ആണ് ക്ലെയിം. ഇനി എന്താ നമ്മൾ നോക്കേണ്ടത്? ക്ലെയിം എമൗണ്ടും റിസർവും കൂടി കമ്പയർ ചെയ്യണം. ക്ലെയിം എന്താണ്? റിസർവിനേലും ചെറുതല്ലേ? റിസർവ് എത്രയുണ്ട്? 90,000 ഉണ്ട്. പക്ഷെ ക്ലെയിം ആകെ എത്രയേ ഉള്ളൂ? 45,000 ഉള്ളൂ. ഏത് കേസ് ആണ്? ഫസ്റ്റ് അല്ലേ? ക്ലെയിം എമൗണ്ട് ഇസ് ലെസ് ദാൻ ദ വർക്ക്മെൻ കോമ്പൻസേഷൻ റിസർവ്. റിസർവ് ആ ക്വസ്റ്റ്യനിൽ എത്ര ഉണ്ടായിരുന്നു? 90,000 ഉണ്ടായിരുന്നു. പക്ഷെ ക്ലെയിം ആകെ എത്രയേ ഉള്ളൂ? 45,000 ഉള്ളൂ. അപ്പൊ കേസ് 1. ഓക്കെ അല്ലേ? എമൗണ്ട് എഴുതുമ്പോ എത്ര വരും? ഇവിടെ 90,000 ആയി റിസർവ്. വർക്ക്മെൻ കോമ്പൻസേഷൻ ക്ലെയിം എത്രയായി? 45. ബാക്കിയുള്ള 45,000 വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? ഓൾ പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഓക്കെ അല്ലേ? അടുത്ത് നോക്കാം നമുക്ക്. ക്ലെയിം ഓൺ അക്കൗണ്ട് വർക്ക്മെൻ കോമ്പൻസേഷൻ എത്രയാണ്? 99,000. കാണുമ്പോ തന്നെ മനസ്സിലായി റിസർവിനേലും വലുതാണ് ആര്? ക്ലെയിം എന്ന് പറയുന്നത്. അപ്പൊ ഏത് സിറ്റുവേഷൻ ആണ്? തേർഡ് സിറ്റുവേഷൻ അല്ലേ? when claim is more than the reserve. റിസർവ് നമുക്ക് ആകെ എത്രയേ ഉള്ളൂ? 90,000 ഉള്ളൂ. പക്ഷെ ക്ലെയിം നമുക്ക് എത്രയുണ്ട്? 99,000 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഏതാണ്? കേസ് 3. ഓക്കെ അല്ലെ? നമുക്ക് എമൗണ്ട്സ് മാറ്റാനുള്ള റിസർവ് എത്രയാണ് നമ്മുടെ കയ്യിലുള്ളത്? 90. അപ്പൊ തന്നെ നമുക്ക് അടുത്തത് ആരെയാണ് അറിയുന്നത്? ക്ലെയിമിനെയാണ് അറിയുന്നത്. 99. ഡിഫറൻസ് എത്രയാണ് വരുന്നത്? 9,000 ആണ് നമുക്ക് ലോസ് വന്നേക്കുന്നത്. ഇവിടെ റീവാലുവേഷൻ 9 ആണെങ്കിൽ സെക്കൻഡ് ജേർണൽ എൻട്രിയിലെ റീവാലുവേഷനും 9 തന്നെയായിരിക്കും. 4:3:2 റേഷ്യോയിൽ എന്ത് ചെയ്താൽ മതി? ഓൾ പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതാണ് വർക്ക്മെൻ കോമ്പൻസേഷൻ ക്ലെയിം നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.